1, 2, 3 വിഷയത്തിന് മേൽ ഭാരപ്പെട്ട വന്നിരിക്കുന്നത്. ശരിയാണോ? അതെ. ആണോ? അതെ. അതൊരു വസ്തുവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയമുണ്ട്. ശരിയാണോ? അതെ. അതിന്റെ അകത്തൊരു തർക്കത്തെ ദൈവം കാണിക്കുന്നു. അതെ. ഉണ്ട്. ശരിയാണ്. ശരിയാ. ആ തർക്കം നിൽക്കുന്നത് അതിരുമായി ബന്ധപ്പെട്ട. ശരിയാണോ? കറക്റ്റ് ആണോ? ശരിയാ. ശരിയാ. അപ്പൊ അതൊട്ട് വിൽക്കാനും പറ്റുന്നില്ല. നോക്കുന്നുണ്ട്, വിൽക്കാൻ പറ്റുന്നില്ല. ശരിയാണോ? ശരിയാ. നോക്കിയിട്ട് എന്നാ കാര്യം? തർക്കം കിടക്കും ആരെങ്കിലും വാങ്ങിക്കൂ? ഇല്ല. 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 തർക്കത്തെ ദൈവം എടുത്ത് കളയും. 5, 0, 1 എന്തോ അതറിയില്ല. സ്ഥലത്തിന്റെ പേരെന്തോ? 504. 504. 501 504. 504. വഴിയോ? വഴി 13 അടി വഴിയുണ്ട്, കോൺക്രീറ്റ് ചെയ്ത് നമ്മുടെ മുറ്റത്ത്. മറ്റേ മേളോട്ട് കിടക്കുന്ന റോഡ് അതാണോ? മേളോട്ട് കുത്തനെ കിടക്കുന്ന റോഡ് അത് തന്നെയല്ലേ? ഞാൻ അങ്ങനെ കാണുന്നു, കുത്തനെ കിടക്കുന്ന റോഡ്. അത് ഈ വസ്തുവിലോട്ട് പോകുന്ന വഴിയാ? ആന്നില്ലയോ? വസ്തു കഴിഞ്ഞ് മേളിലോട്ടുണ്ട്, അങ്ങോട്ടുണ്ട്. അല്ല, ഈ വസ്തുവിലോട്ട് പോകുന്ന വഴിയല്ലേ ഇത്? അതുവഴി പോകുന്നതല്ലേ ഈ കുത്തനെ കിടക്കുന്ന റോഡ്? അത് തന്നെയല്ലേ? യേശുവിന്റെ നാമത്തിൽ ഇതിന്റെ അകത്ത് ഒരു അത്ഭുതം സംഭവിക്കട്ടെ. ഒരത്ഭുതം സംഭവിക്കട്ടെ. ഇത് വിറ്റുപോകുവാൻ ഇടയാകട്ടെ. നമ്മുടെ വീട് ഇവിടെ 504 തന്നെയാണ് എന്നെ കർത്താവ് കാണിക്കുന്നത്. നല്ല വിഷമത്തിന്റെ അകത്താണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. നല്ല പ്രയാസത്തിലാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് അല്ലേ? കർത്താവ് എന്നോട് പറയുന്നു, തലമുറകളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കുരുക്കിനെ ഇന്ന് ദൈവം പൊളിക്കാൻ. കരയാതെ കർത്താവ് എന്നെ കാണിക്കുന്ന ഒരു വീടിന്റെ പണി പൂർത്തിയാക്കാൻ പോകുന്നെന്ന് പറയുന്നു. ഒരു പണി പൂർത്തീകരിക്കാത്തത് ഇന്ന് കർത്താവ് പൂർത്തീകരിക്കുമെന്ന് പറയുന്നു. ഒരു സാമ്പത്തിക വിഷയത്തിന്റെ അകത്ത് കുരുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥ കർത്താവ് എന്നെ കാണിക്കുന്നു. അടുത്ത 90 ദിവസത്തിനുള്ളിൽ അതിൻ്റെ അകത്തൊരു വിടുതൽ നടക്കും. 90 ദിവസത്തിനുള്ളിൽ വിടുതൽ നടക്കും. ധൈര്യത്തോടാവും. ഒരു തലമുറയുമായി ബന്ധപ്പെട്ട ഒരു കേസിന്റെ അകത്ത് ഭാരപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ ഇന്ന് ദൈവം അതിൻ്റെ ഒരു മറുപടി അയക്കും. വന്നത് വെറുതെ ആകത്തില്ല. ധൈര്യത്തോടെ പോയിരുന്നോ യേശുവിന്റെ നാമത്തിൽ.